ഹായ്, ഞാൻ സിനിമാ വിശേഷങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. എൻ്റെ ജീവിതത്തിലുണ്ടായ സിനിമാനുഭവങ്ങളെക്കുറിച്ച് ആരൊക്കെ പറഞ്ഞു. എങ്കിലും ഈ സിനിമാ കലാമേഖലയായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും ചില അനുഭവങ്ങളൊക്കെ എനിക്കുണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ. അതിലൊന്നാണ് ഞങ്ങളെ കോളേജ് ടൈമിൽ ചെറുപ്പത്തിൽ നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ചെറുപ്പത്തിൽ വളരെ ചെറുപ്പത്തിലെ അത് കഴിഞ്ഞിട്ട് കോളേജ് ടൈമിൽ നമ്മൾ സഞ്ജീവനി സംസ്കൃത മഹാപ്രയാണം എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഞങ്ങളുടെ കോളേജിൽ. സഞ്ജീവനി സംസ്കൃത മഹാപ്രയാണം, അത് സംസ്കൃത ഭാഷയുടെ പ്രചരണത്തിന് വേണ്ടിയിട്ട് ഒരു നാടകം, അത് ഡെവലപ്പ് ചെയ്യും. അതിൽ ഞാനൊരു വേഷം ചെയ്തിരുന്നു, ഒരു ഗുരുവിൻ്റെ വേഷം ചെയ്തു. അത് ഗുരുവായൂർ സ്റ്റേജിലടക്കം അത് അവതരിപ്പിക്കാനുള്ളൊരു ഭാഗ്യമുണ്ടായി. ഒരുപാട് സ്റ്റേജുകൾ അവതരിപ്പിച്ചു കേരളത്തിൽ, അങ്ങോളം പല പല ഡിസ്ട്രിക്റ്റുകളിൽ, ജില്ലകളിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു. അതൊരു അനുഭവമാണ്. അതിനുശേഷം കോളേജ് കാലഘട്ടത്തിൽ തന്നെ ഒരു സംസ്കൃത നാടകം, അത് മലയാള നാടകം സംസ്കൃതീകരിച്ചു. ഞാൻ സംസ്കൃതത്തിൽ എഴുതി, അങ്ങനെ സംസ്കൃതത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ട് എഴുതിയിട്ട് അത് ഇടപെട്ട സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ചു. സ്റ്റേറ്റ് തലത്തിൽ, സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം കിട്ടിയ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. കലയുമായി ബന്ധപ്പെട്ട് അങ്ങനത്തെ ചെറിയ ചെറിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതാണ് ചെറുപ്പത്തിൽ ഡിഗ്രി കാലഘട്ടത്തിലൊരു അനുഭവം. ഞാൻ പഠിച്ചത് തന്നെ സംസ്കൃതം സാഹിത്യമാണ്, സംസ്കൃതം ലിറ്ററേച്ചറാണ് പഠിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും അഭിജ്ഞാന ശാകുന്തളം, വിക്രമോർവശീയം, അതുപോലെ അങ്ങനെ ഒരുപാട് നല്ല നല്ല നാടകങ്ങളൊക്കെ പഠിക്കാനും മഹാകവികളുടെ നാടകങ്ങളൊക്കെ പഠിക്കാനൊക്കെ ഒരു ഭാഗ്യവും ആ സമയത്ത് പഠിക്കുന്ന സമയത്തുണ്ടായി. അതുകൊണ്ട് കലയോടെ എപ്പോഴും ഒരാഭിമുഖ്യം തന്നെ ഉള്ളു എല്ലാ കാലത്തും, അന്നും ഇന്നും എന്നും. അപ്പോൾ ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഒരവസരം കിട്ടിയപ്പോൾ തന്നെ നമ്മൾ എടുത്ത് ചാടിയത് കലയിലേക്ക്. പിന്നെ നമ്മളെ ഞാൻ ശാന്തിക്കാരനും കൂടി ഒരു പ്രൗഡാണ്. എന്നുവെച്ചാൽ നമ്മൾ ഹൈന്ദവ ദൈവിക സങ്കല്പങ്ങളെല്ലാം കലയെ വളരെയധികം സ്നേഹിക്കുകയും അവരുടെ ജീവിതത്തിലൊക്കെ അത് നല്ല രീതിയിൽ അത് എന്താ പറയുക, ഇപ്പോൾ നടരാജനായിട്ടുള്ള ശിവൻ, നമ്മൾ ആരാധിക്കുന്ന ദക്ഷിണാമൂർത്തി തന്നെയാണ് നടരാജനായിരിക്കുന്ന ശിവൻ. നൃത്തകലയുടെ ഏറ്റവും വലിയ, അതിൽ വലിയൊരു ഉദാഹരണമില്ല. കാരണം ഭഗവാൻ കൃഷ്ണൻ, ഗുരുവായൂരപ്പൻ. അപ്പോൾ കലയെ സ്നേഹിക്കുന്നൊരു വിഭാഗമാണ് നമ്മൾ ഹൈന്ദവ സമൂഹം. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയണം. ഇപ്പോൾ നടരാജനായിട്ടുള്ള ശിവൻ്റെ ഡമരുവിൽ നിന്നാണ് നമ്മളെ ശബ്ദങ്ങൾ പോലും ഉണ്ടായെന്ന് പറഞ്ഞത്. പാണിന് പറയുന്നത് വ്യാകരണം ഉണ്ടായത്, സംസ്കൃത വ്യാകരണം, നമ്മുടെ ഭാഷ ഉണ്ടായത് തന്നെ ഭഗവാന്റെ ഡമരുവിൽ നിന്നിട്ടുള്ള ശബ്ദങ്ങളാണ്. 14 ശബ്ദങ്ങൾ. അത് ഞങ്ങൾക്ക് വ്യാകരണത്തിൽ പഠിക്കാനുണ്ടായിരുന്നു. മാഹേശ്വര സൂത്രങ്ങളാണ്. അതിൽ നിന്നാണ്, സംഗീതത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ ആ ഡമരുവിൽ നിന്നാണ് നമ്മൾ ഉപയോഗിക്കുന്ന നിത്യം ഉപയോഗിക്കുന്ന ഭാഷ പോലും ഉണ്ടായതെന്ന് പറയണേ. അപ്പം അത്രയധികം കലയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു ഹൈന്ദവ സംസ്കൃതി കാര്യങ്ങളൊക്കെ. നീസാത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, സംഗീത കല നൃത്യാദികൾ കൊണ്ട് ജീവിക്കുന്ന ജീവനമാണ് ഏറ്റവും നല്ല ജീവനം. അപ്പോൾ നമുക്ക് കലാപരമായിട്ട് എന്തൊക്കെ, സിനിമയായിക്കോട്ടെ, ഇനി വേറെ സിനിമയിലായിക്കോട്ടെ, ഏത് കാര്യത്തിലാണെങ്കിലും നമ്മൾ എല്ലാം ഇറങ്ങി 100% ഇറങ്ങിത്തിരിക്കും. ശാന്തിക്കാരനെ 100% യോഗ്യതയുണ്ട് ഇറങ്ങിത്തിരിക്കാനുള്ള. അപ്പോൾ അതൊരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. അപ്പോൾ സിനിമയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ സിനിമ ആധുനികമായിട്ടുള്ള രീതിയിലുള്ള കലയാണ്, കലാകാരനാണ്. അതിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഈ നിജീഷിൻ്റെ സിനിമയിൽ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ FBയിലൊക്കെ സെർച്ച് ചെയ്ത്
ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോകാമെന്ന് വെച്ചു. പിന്നെ അതിനു മുമ്പ് തന്നെ അരുൺ എന്ന് പറഞ്ഞിട്ടൊരു ശാന്തിക്കാരനുണ്ട് നമ്മളെ മേഖലയിലുള്ളതാണ്. അവൻ നമ്മളെ ലിസ്റ്റൻ സ്റ്റീഫൻ സാറിൻ്റെ അവരെ മാജിക് ഫ്രെയിംസിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ പ്രാവശ്യം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഞാൻ ഇങ്ങനെ കഥ ചെയ്തൊക്കെ നോക്കണം, ചേട്ടന് ഷൂട്ടിങ് കാണാൻ വിളിക്കുക ദിവസം. അപ്പോൾ ഇൻഡോർ ഉണ്ടാകുമ്പോൾ ഇൻഡോർ ഷൂട്ടിങ്ങിന് കുഞ്ചാക്കോൻ്റെ പടം കാണാൻ വേണ്ടിയിട്ട് അവിടെ പോയിട്ടുണ്ട്. ഷൂട്ടിങ് എന്താ സംഭവം എന്നുള്ളത് പക്ഷേ എനിക്കൊന്നും പിടുത്തം കിട്ടിയില്ല. അത് പറയാം, ഞാൻ പോയി ഒരു ദിവസം മുഴുവൻ ഇൻഡോർ ഷൂട്ടിങ് എന്താ സംഭവം നോക്കി ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കി നിന്നു. എന്താ സംഭവം എനിക്ക് പിടുത്തം കിട്ടിയില്ല, അത് പറയാം. അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ അനുഭവങ്ങൾ. പിന്നെ ഇപ്പോഴാണ് നമുക്ക് നിജീഷിൻ്റെ പടത്തിൽ ഒരു അവസരം വന്നത്. ഈ അവസരം വന്നപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ എഫ്ബിയിലൊക്കെ നോക്കി ഏത് വഴിയിലാണ് നമുക്കൊരു ഒന്നും കൂടെ ഒന്ന് ഈ പടത്തിന് പോകണ മുമ്പ് എന്താ സംഭവം ഒന്ന് മനസ്സിലാക്കണമെന്ന് വെച്ചിട്ട് ഞാൻ വേഗം ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ആദ്യം പോയത് നമ്മളെ നീമ്പുഴയുടെ പ്രതിച്ഛായ എന്ന പടത്തിൻ്റെ ഷൂട്ടിങ്ങിന്. അത് നമ്മൾ മാളയിലുണ്ടായിരുന്നു, എറണാകുളത്തുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രതിച്ഛായ സിനിമയ്ക്ക് പോയപ്പോൾ ഈ ഒരു അനുഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചെന്നത് തന്നെ. അപ്പോൾ എറണാകുളത്ത് ഷൂട്ടിങ് സ്മൂത്തായിട്ട് കഴിഞ്ഞു. ഒരു ഹാളിൻ്റെ ഉള്ളിലൊക്കെ ഇൻഡോർ ഷൂട്ടിംഗ് ആയിരുന്നു, മാളയിൽ പക്ഷേ ഔട്ട്ഡോർ ഷൂട്ടിംഗ് ആയിരുന്നു. അപ്പോൾ അവിടുത്തെ അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സ് ഒന്ന് എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു കപ്പ്യാര വേഷം ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു എന്നോടുണ്ട്. ഞാൻ ക്ലീൻ ഷേവായിരുന്നു, കപ്പ്യാര വേഷം ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷനായിരുന്നു. ഞാൻ റിയൽ ലൈഫിൽ ശാന്തിക്കാരനാണ്, അപ്പോൾ കപ്പ്യാര വേഷം ചെയ്ത് എന്തായിരിക്കും എന്നുള്ളൊരു അങ്ങനത്തെ ഒരു ഇത് വന്നു. അപ്പോൾ ഞാനൊരു എന്താണ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്നാവുക. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കണമായിരുന്നു. ഞാൻ പറഞ്ഞു, അയ്യോ ഞാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് അപ്പോൾ നമ്മളെ സുഹൃത്തുക്കൾ വിളിച്ചിട്ട് പറഞ്ഞു, വേഗം ചെയ്യടാ, ഞാൻ കിട്ടിയില്ല, വേഗം ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ കഴിഞ്ഞ് പറഞ്ഞപ്പോഴത്തേനും അവർ പറഞ്ഞു, അയ്യോ ഞങ്ങൾ ആദ്യം ആലോചിച്ച് തന്നെ കണ്ടപ്പോഴാണ് ആലോചിച്ചത് ക്ലീൻ ഷേവൊക്കെ ആയിട്ടുള്ള ഒരു ലുക്കുള്ള ആൾ അച്ഛൻ്റെ ഒന്ന് നിർത്താൻ വേണ്ടിയിട്ട് ആലോചിച്ചത്. പിന്നെ ഞങ്ങൾ വേണ്ടാന്ന് വെച്ചു. അത് പറഞ്ഞോ പിന്നെ അത് വേണ്ടാന്ന് വെച്ചു എന്ന് പറഞ്ഞു. പിന്നെ ആ അവസരം അവിടെ നഷ്ടപ്പെട്ടു. ഈ പറഞ്ഞ ഭയങ്കര വിഷമായി. ആദ്യം അവസരം കിട്ടിയിട്ട് ഞാനത് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടല്ലോ എന്നൊരു സങ്കടം തോന്നി. പക്ഷെ അപ്രതീക്ഷിതമായിട്ടായാലും എനിക്കും ഒരു പിടുത്തം കിട്ടിയില്ല. അപ്പോൾ എന്തായാലും അങ്ങനെ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ പടത്തിന് നമ്മുടെ പാട്രിയോട്ട് മമ്മൂട്ടിയ മോഹൻലാലിൻ്റെ അപ്പോൾ അന്ന് അവിടെ വെച്ച് കുഞ്ചാപ്പൻ ഉണ്ടായിരുന്നു, മമ്മൂട്ടി ഉണ്ടായിരുന്നു. എറണാകുളം ഇൻഫോ പാർക്ക് വെച്ച് ഷൂട്ടിങ്. അതിൽ ചെറിയൊരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ടല്ലേ വർക്ക് ചെയ്തത്. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു എന്താ സംഭവം ഒരു ഷൂട്ടിങ്ങിൻ്റെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചെയ്തത്. അപ്പോൾ ഓക്കെ വർക്കൗട്ടായി. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം. അതിങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു കഥ എഴുതാറുണ്ടെന്ന് പറഞ്ഞില്ല. കഥ എഴുതാറുണ്ടായിരുന്നപ്പോൾ ഈ ജയ 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 ഹേ എന്നുള്ള സിനിമ ഉണ്ടല്ലോ, അതിന് ഞാനീ പറഞ്ഞ ദുൽഖറിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞോ കഥയൊക്കെ ഈ ജയ 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 ഹേ സിനിമയുടെ ഒരു സാധനമുള്ളൊരു കഥയാണ്. പക്ഷേ ജയ ജയ ഹേ വന്നിട്ട് വില്ലേജിൽ നടക്കുന്നൊരു കഥ. പക്ഷേ ഞാൻ ഇതിൽ എൻ്റെ ടൗൺഷിപ്പ് സിറ്റിയിൽ വെച്ച് നടക്കുന്ന ഒരു കഥ രീതിയിൽ ഞാൻ എഴുതിയിരുന്നത്. പക്ഷേ അത് ഓൾറെഡി സിനിമയായി, കുഴപ്പമില്ല, നോ പ്രോബ്ലം. അപ്പം അങ്ങനത്തെ ഒരു അനുഭവിക്കും. പിന്നെ മണ്ടത്തരൊക്കെ തോന്നിയെങ്കിലും വിജയ് സാറിന് വെറുതെ ആ സമയത്ത് രസമല്ല. അപ്പം അങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ എഴുതിയിട്ടുള്ള അതിൽ കഥയിൽ നമ്മളെ ആക്ടർ വിജയനല്ല തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞാനൊരു കഥ എഴുതി. പക്ഷേ ഞാനതിൻ്റെ അസോസിയേഷൻ്റെ ആൾക്കാരെയൊക്കെ വിളിച്ച് ചോദിച്ചിട്ട് അവർക്ക് ഒരു പിടുത്തില്ല എങ്ങനെയാണ് ആളിലേക്ക് എത്തിക്കുക എന്നുള്ളത് പിടുത്തില്ല. പക്ഷെ ആ കഥയിൽ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനതിൻ്റെ കഥ ഒരു കാർഷിക സെറ്റപ്പിലുള്ളൊരു കഥയാണത്. കർഷകർക്ക് സഹായിക്കുന്നൊരു ആള്
കുറേ പ്രശ്നങ്ങൾക്ക് ശേഷമൊക്കെ അയാൾ സ്വന്തമായിട്ടൊരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കിയിട്ട് അയാൾ കൃഷിമന്ത്രിയായിട്ട് സ്ഥാനമെടുക്കുന്ന അങ്ങനത്തെ ഒരു കഥയാണ് ഞാൻ എഴുതിയത്. അത് മുഴുവൻ എൻ്റെറിൽ ഞാൻ പറഞ്ഞില്ല, എൻ്റെ കാമ്പൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ അങ്ങനത്തെ ഒരു കഥയാണ് ഞാൻ വിജയിക്കാൻ വേണ്ടിയിട്ട് എഴുതിയത്. പക്ഷേ എന്തോ ഒരു അല്ലേ ഒരു കോയിൻസിഡൻസ് പോലെ അദ്ദേഹം ചീഫ് മിനിസ്റ്ററായിട്ട് ശരിക്കും അതിൻ്റെ കഥ ശേഷം മിനിസ്റ്ററായിട്ടാണ്, ഇന്ന മിനിസ്റ്റർ എന്നൊന്നും പറയാനില്ല. പക്ഷേ അദ്ദേഹം ശരിക്കും റിയൽ ലൈഫിൽ അദ്ദേഹം ഒരു പാർട്ടി രൂപീകരിക്കുകയും ഒരു ചീഫ് മിനിസ്റ്ററൊക്കെ ആയിട്ട് വരികയും ചെയ്തു. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് നമ്മുടെ കഥയായിട്ടൊരു കോൺഫിഡൻസ് ഉണ്ട്. അതിനൊന്നും അറിയാം കഥ. കാരണം ഞാൻ അയച്ചു കൊടുക്കുന്നത് ശാന്തിക്കാരൻ്റെ മാജിക് ഫ്രെയിംസിൻ്റെ മാജിക്. അപ്പോൾ അവർക്ക് ചേട്ടാ അത് പുള്ളിയുടെ തരക്കെ പാടം നടക്കുന്ന കേസല്ലെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അത് പോട്ടെ, അത് കഴിഞ്ഞ ചാപ്റ്റർ. അപ്പോൾ ഞാൻ പറയണേ, അപ്പോൾ അങ്ങനത്തെ കോൺഫിഡൻസസ് ഉണ്ടായിട്ടുണ്ട് ചെറിയ ഒരു കഥ ബേസിലൊക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ പ്രതിച്ഛായയിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയി, പിന്നെ പാട്രിയോട്ടിൽ പോയി. അപ്പോൾ എനിക്കൊരു സിനിമ എന്താണെന്ന് ചെറിയത് കിട്ടി. പിന്നെ അത് കഴിഞ്ഞാണ് ഞാൻ ഇപ്പോൾ ഈ തേവറിൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് പൊള്ളാച്ചിയിൽ നമ്മുടെ സുഹൃത്ത് നിജീഷ് സഹദേവൻ കഥാതിരക്ക് രീതി ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന തേവറിൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടി പോയത് പൊള്ളാച്ചി. കുറച്ച് ലോങ് വീഡിയോ കാരണം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യും.